1, 2, 3, start. എന്റെ പൊന്നോ തോറ്റ എന്റെ ഇമേജ് ഒക്കെ പോവും. സിനിമ ഒരു ഡയറക്ടറിന്റെ വീഡിയോ ആണ്. അതെ. കൃത്യമായിട്ട് കഥയുണ്ട്. ആ കഥ എങ്ങനെ പറയണമെന്ന് ഡയറക്ടർ വിഷ്വലി എങ്ങനെ പറയണമെന്ന് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് ആണ് സിനിമ എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ വിഭവം ആങ്കർക്ക് വേണ്ടി ഓർഡർ ചെയ്ത് തരിക. വേറെ ഇവിടെ ഈ റെസ്റ്റോറന്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നാലും ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? എനിക്ക് കഞ്ഞിയും പയറും. കഞ്ഞിയും പയറോ? അത് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയ കഞ്ഞിയാണെങ്കിൽ അടിപൊളി ടൈഫാണ്. ഞാനും അവനും ഒരുമിച്ച് തുടങ്ങിയത് കൊണ്ട് പിന്നെ ആ ഒരു സൗഹൃദം ഉണ്ട്. ആ ഒരു എന്താ പറയാ, ഭയങ്കര കംഫർട്ടബിൾ ആണ് ഞാൻ. അതെ, തല മൂന്നായിട്ട് വെട്ടിയാലും തല തിരിച്ചു വന്ന് ഞാൻ തിരിച്ചു വരണ എന്ന് പറഞ്ഞു പോകുന്ന ആ സൈസ് കോൺഫിഡൻസ് ആണ്. സോ ഐ വൺ കോൺഫിഡൻസ്. ഒരു എൻസൈക്ലോപീഡിയ സിനിമ പോലത്തെ കുറെ കാര്യങ്ങളെ പറ്റി അറിയാം. അത് വെറുതെ എന്തെങ്കിലും പറയണം എന്ന് പറഞ്ഞ് പറയുന്നതല്ല. ഹി ഈസ് വെരി നോളജബിൾ അബൌട്ട് ലോട്ട് ഓഫ് തിങ്സ്. സിനിമാ മേഖലയിൽ നിലനിൽക്കണമെങ്കിൽ നാണവും മാനവും വീട്ടിൽ വെച്ചിട്ട് വരണം. അതെ, ആണോ? പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്, പബ്ലിക് മീഡിയം ആണ്. അപ്പോൾ 4 പേര് പടം കാണാൻ വരും. അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. ചിലപ്പോൾ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കും. ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. അത് പറ്റൂല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരരുത്. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ചക്കം പക്കം വിത്ത് മെഹർ ഫാത്തിമ. അപ്പൊ ഇന്ന് എന്റെ കൂടെയുള്ളത് സുന്ദരനും സുമുഖനും വാട്ട് നോട്ട് എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ എന്താ പറയാ, ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന നമ്മുടെ സ്വന്തം രാഹുൽ ചേട്ടനാണ്. ചേട്ടാ, വെൽക്കം ടു ദി ഷോ. താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ ഓവർ. താങ്ക് യു. ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഒക്കെ. അതെ, തുടങ്ങുമ്പോ ആവാലോ. അതെ, തുടങ്ങുമ്പോ പിന്നെ എന്തായാലും ആൾക്കാർക്ക് മനസ്സിലാവും. ആദ്യം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കിടക്കട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് റെസ്റ്റോറന്റിലാണ്. അപ്പം നമുക്കാണെങ്കിൽ എന്താ കഴിക്കാൻ എന്താ വേണ്ടേ? ഞാൻ വെജിറ്റേറിയനാ. വെജിറ്റേറിയൻ എന്താണെങ്കിലും ഓക്കെ. ആണോ? നോൺ പണ്ടൊട്ടേ കഴിക്കില്ല? ഇല്ല. ആണോ? ഓക്കെ. അപ്പം എന്റെ ഷോയുടെ പേരെന്ന് വെച്ചാൽ ചക്കം പക്കം എന്നാണ്. ചക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും, പക്കം എന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ച് ടാസ്കുകളായിരിക്കും. അപ്പം ചെറുതായിട്ട് വലിയ പണിയൊന്നുമില്ല. തുടങ്ങാം. അപ്പം ഇതാണ് ചേട്ടനുള്ള. ഞാൻ ഇപ്പൊ ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ യെസ് ആണെങ്കിൽ, ചക്കം യെസ് ആണെങ്കിൽ ഓരോ കാർഡ് വെച്ച് എനിക്ക് തരണം. എന്ന് വെച്ചാൽ ഫുഡ് കൂപ്പൺസ് ആണ്. അപ്പം ഓരോ കൂപ്പണിനനുസരിച്ചുള്ള ഫുഡ് എനിക്ക് ഇവിടെ നിന്ന് കഴിക്കാം. യെസ് ആണെങ്കിൽ യെസ് ആണെങ്കിൽ ഓരോ കൂപ്പൺസ് വെച്ച് എനിക്ക് തരണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ. എന്താ? ഒരു ഉടായ്പില്ല. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഞാൻ ചേട്ടൻ ഇതിന് മുമ്പ് ഒരു തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഉണ്ണിച്ചേട്ടന്റെ പ്രോഗ്രാമിനായിട്ട്. അന്ന് ചേട്ടൻ ഇവിടെ ഇല്ലാന്നൊക്കെ പറഞ്ഞു. ഞാനില്ലായിരുന്നു. എന്റെ ബാംഗ്ലൂരിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ കാലൊരു ചെറിയ ഇഞ്ചുറി പറ്റിയിരുന്നു. ലിഗമെന്റ് കുറച്ചൊന്ന് കീറിയിരുന്നു. അപ്പൊ അതിന്റെ റെസ്റ്റ് എടുക്കുന്ന ഒരു ആ ഫേസിലായിരുന്നു. അപ്പൊ അതാണ് വരാൻ പറ്റാത്തത്. നിങ്ങൾ ഭയങ്കര കമ്പനിയാന്ന് തോന്നുന്നുണ്ടല്ലേ? ഞാനും അവനും ഒരുമിച്ച് തുടങ്ങിയത് കൊണ്ട് പിന്നെ ആ ഒരു സൗഹൃദം ഉണ്ട്. ആ ഒരു എന്താ പറയാ, ഭയങ്കര കംഫർട്ടബിൾ ആണ് ഞാൻ. അതെ. ആണോ? ഓക്കെ. അപ്പൊ നമ്മുടെ ചക്കം ഓക്കെ ചോദിക്കാൻ പോണേ. ഒരു നടൻ നന്നായി അഭിനയിച്ചാലും ക്രെഡിറ്റ് സംവിധായകനാണ്. ആണോ? അബ്സല്യൂട്ട്ലി, ഉറപ്പായിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു ലൈക്ക് ഇപ്പം നേരെ തിരിച്ചല്ലേ. കാരണം നമ്മുടെ ഫേസ് ആണ് ഇപ്പം നടൻ എന്നുള്ള രീതിക്ക് നടന്റെ ഫേസ് ആണ് ആ ഒരു മൂവിയിൽ എല്ലാവർക്കും പെട്ടെന്ന് രജിസ്റ്റർ ആവുക. സംവിധായകൻ പിന്നെ കൂടുതൽ നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് സംവിധായകനെ പറ്റിയും ഒക്കെ നമ്മൾ അറിയാം. പക്ഷെ അല്ലേ, അങ്ങനെ തോന്നില്ല? ഞാൻ ഈ ബേബീസ് ഡേ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് ഫിലിം കണ്ടിട്ടുണ്ട്. അതൊരു ചെറിയ കുട്ടിയാണ്, 1 വയസ്സ് പോലും ആയിട്ടുണ്ടാവില്ല കുട്ടിക്ക്. അത് നമ്മൾ പറയാറുണ്ട് ഒത്തിരി നന്നായിട്ട് അഭിനയിച്ചു എന്ന്. 1 വയസ്സുള്ള കുട്ടിയാ. ഒരു ലസ്സി എന്ന് പറഞ്ഞിട്ട്, ഒരു ലസ്സി ഡാൻസിങ് ചെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒറാങ്കൂട്ടാനും ഒരു പട്ടീനൊക്കെ വെച്ചിട്ട് പടം എടുത്തിട്ടുണ്ട്, ലസ്സി എന്നൊക്കെ പറഞ്ഞിട്ട്. കേട്ടിട്ടുണ്ടോ? അതൊക്കെ പട്ടീനെയും ചെറിയ കുട്ടികളെയും കുരങ്ങന്മാരെയൊക്കെ വെച്ചിട്ട് എടുക്കും. ഞാൻ പറയുന്നത് ജംഗ്ഷൻ ചെക്സ് എന്ന് പറയുന്നത് ഒരു ഒറാങ്കൂട്ടനാണ്, ഒരു കുരങ്ങനാണ്. അത് വെച്ചിട്ടാണ് സിനിമ എടുത്തിട്ടുള്ളത്.
ആ കുരങ്ങൻ നല്ലോണം അഭിനയിച്ചിട്ടാ ആ പടം മൂടിയത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് അല്ല. അതിന് പുറകിലൊരു കഥയുണ്ട്, ഡയറക്ടർ ഉണ്ട്. ഡയറക്ടറിന്റെ ജോലി വിഷ്വലി ആ പടം ഒരു സ്റ്റോറി ടെല്ലറാണ്. അദ്ദേഹത്തിന്റെ മീഡിയം ക്യാമറയാണ്. ഇതിപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ക്യാമറ, നിങ്ങളുടെ മുമ്പിലുള്ള ക്യാമറ, അതിലൂടെ ഷോർട്സിലൂടെ കഥ പറയുന്നു. ഇപ്പൊ എൻ്റെ ഗ്രാൻഡ് മദർ നല്ലോണം കഥ പറയും. അതിന്റെ അർത്ഥം ഒരു നല്ല ഡയറക്ടർ ആവാൻ പറ്റും എന്നല്ല. സോ യു ഹാവ് ടു നോ ദ മീഡിയം. സിനിമ ഒരു ഡയറക്ടറിന്റെ മീഡിയമാണ്. കൃത്യമായിട്ട് കഥയുണ്ട്. ആ കഥ എങ്ങനെ പറയണമെന്ന് ഡയറക്ടർ വിഷ്വലി എങ്ങനെ പറയണമെന്ന് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് ആണ് സിനിമ എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. അപ്പോൾ ഞാൻ നന്നായാൽ അതിന്റെ ക്രെഡിറ്റ് ഡയറക്ടറിനും, ഞാൻ മോശമായാൽ അതിന്റെ ഇത് എൻ്റേത്. അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ, മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. സിനിമ ഇസ് ഓൾവേസ് എ ഡയറക്ടേഴ്സ് മീഡിയം. അതെ, ഓക്കെ. നമുക്ക് ചക്കം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ പക്കത്തിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് പക്കം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ വിഭവം ആങ്കർക്ക് വേണ്ടി ഓർഡർ ചെയ്ത് തരിക. ആങ്കർ എന്ന് വെച്ചാൽ എനിക്ക്. വേറെ ഇവിടെ ഈ റെസ്റ്റോറന്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നാലും ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? എനിക്ക് കഞ്ഞിയും പയറും. കഞ്ഞിയും പയറോ? അയ്യോ, അത് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയ കഞ്ഞിയാണെങ്കിൽ അടിപൊളി ടു ഡൈ ഫോർ. ആണോ? ഇവിടെ ഉണ്ടോ അത്? ഐ ഡോണ്ട് തിങ്ക് സോ. അതാ ഞാൻ ഇവിടെ കൊക്കോ ബ്ലൂസ്. എന്താ മേറിന് എന്താ വാട്ട് യു ലൈക്ക്? മേറിന്റെ ഞാൻ എന്തും കഴിക്കും. ഫേവറേറ്റ് എന്തായിരിക്കും? എനിക്ക് ഓൾവേസ് മന്തി. മന്തി ഇവിടെ ഉണ്ടാവോ? ചോദിച്ചു നോക്കൂ. എന്താ ഉള്ള മാഡം? ഡ്രാഗൺ ചിക്കൻ, ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, അപ്പം, ഇടിയപ്പം, പൊറോട്ട. അപ്പം മതി. അപ്പം. അപ്പൊ അപ്പം എടുക്കാം. അപ്പത്തിന്റെ കൂടെ ഡക്ക് റോസ്റ്റ് ഉണ്ട്. ചില്ലി ചിക്കൻ മതി. ചില്ലി ചിക്കൻ. വെജിൽ എനിക്ക് എന്തേലും ചില്ലി കോപ്പി എടുത്തു. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഐഡിയലി എന്റെ കോമ്പിനേഷൻ അതല്ല. എന്റെ പുട്ട്, കടല, ചെറുപഴം, പഴം, പപ്പടം. അതാണ് ഏറ്റവും ഇഷ്ടമുള്ള. കഞ്ഞി, പയറ്, അത് കഴിഞ്ഞാല് ഓക്കെ. അപ്പൊ വേറെ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സംഭവങ്ങളോടൊന്നും താല്പര്യമില്ല? വലിയ താല്പര്യമില്ല, അതിനോട് വലിയ കമ്പമില്ല. ഫ്രൈഡ് റൈസ്, മന്തി ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളെ എന്റെ ജീവിതത്തിൽ. ഇഷ്ടമില്ല എന്നല്ല, ഞാൻ പിന്നെ ഫുള്ളി അവോയ്ഡ് ചെയ്തോ? വീട്ടില് കുക്ക് ചെയ്യാറില്ലായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ ബോർഡിംഗ് സ്കൂളിലൊക്കെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും എല്ലാവരും കഴിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കഴിക്കാൻ. അതുകൊണ്ട് പിന്നെ അതിനോടൊരു ഇത് തോന്നിയിട്ടില്ല, അത്ര തന്നെ. ഓക്കെ, നമുക്ക് നമ്മുടെ അടുത്ത ചക്കം. ഒരു നടൻ എന്ന നിലയിൽ എവിടെയൊക്കെയോ സെലക്റ്റീവ് ആകാൻ മറന്നുപോയിട്ടുണ്ട്. സെലക്റ്റീവ് ആവാൻ മറന്നുപോയിട്ടുണ്ട്. യെസ് ആൻഡ് നോ ആണെങ്കിലും. യെസ് ആൻഡ് നോ ആണെങ്കിൽ എന്നാലും എനിക്ക് ആ കൂപ്പൺ തന്നോ? ഞാൻ അവിടുന്ന് കുറച്ച് കഴിച്ചോട്ടെ. ആയിക്കോട്ടെ, ഡൺ. ഓക്കെ. ഞാൻ യെസ് ആൻഡ് നോ എന്ന് പറയാൻ കാരണം, ഫസ്റ്റ് ഓഫ് ഓൾ സെലക്റ്റീവ് ആവാൻ യു ഹാവ് ടു ബി ഇൻ ഒരു സിനിമ നമ്മൾ സെലക്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ആദ്യം നല്ലൊരു ആക്ടർ ആവണം. അപ്പം നല്ലൊരു ആക്ടർ ആവണമെങ്കിൽ നമ്മൾ എല്ലാ ടൈപ്പ് റോൾസും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചിലത് മാത്രം നമുക്ക് ഇയാൾ, നമ്മളിപ്പോൾ ഒരാളെ പറ്റി പറയുമ്പോൾ ഇയാൾ ഇന്ന റോളിന് കൊള്ളാം, അത് വേണ്ടത് അയാളെക്കാട്ടും വേറൊരു നല്ലൊരു ഓപ്ഷൻ കാണും എന്ന് പറയുന്നത് അതൊരു ലിമിറ്റേഷൻ ആയിട്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. എനിക്കത് പാടില്ല എന്നൊരു ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹത്തിന് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ റോളും ട്രൈ ചെയ്ത് നോക്കുന്നത്. നമുക്ക് എല്ലാത്തിലും നന്നാവാൻ പറ്റണം. അത് എളുപ്പമല്ല അതിനും. അപ്പോൾ ഞാൻ എല്ലാ റോൾസും ചെയ്യും. അതുകൊണ്ട് തന്നെ സെലക്റ്റീവ് ഞാൻ, നിങ്ങൾ പറയുന്നത് ശരിയാ, ആയിട്ടില്ല. പക്ഷെ സെലക്റ്റീവ് ആവുന്ന ഒരു ലക്ഷറിയാന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക്. ഓക്കേ ചേട്ടാ, ഇനി അടുത്തത്. ഫസ്റ്റ് ലവ് ലെറ്റർ യു റിസീവ്ഡ്? I haven't received any love letter. ഇതുവരെ ലവ് ലെറ്റർ ഇല്ല? ഇല്ല. സത്യം പറ. കാര്യമായിട്ട് ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കൊടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും വെരി ഇൻട്രോവേർട്ട് ആയിരുന്നു. ഒരു ഭയങ്കര ഷൈ ടൈപ്പ് ഒരാളായിരുന്നു. റിസർവ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ, എന്നാൽ ഇത്ര സുന്ദരനായിട്ടുള്ള ചേട്ടൻ ഒരാൾ പോലും ലവ് ലെറ്റർ തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഓഫ് ഓൾ എംബാരസിംഗ്. ഇല്ല, ഐ തിങ്ക് ലവ് ലെറ്റർ കിട്ടാൻ ഐ ഡോണ്ട് തിങ്ക് ലുക്സ് ഒന്നും അല്ല. ഐ തിങ്ക് ഒരാൾ ഇഷ്ടം തോന്നുന്ന ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോഴും നമുക്ക് അങ്ങനെ സോ ദാറ്റ് വുഡ് ബി എ റീസൺ എനിക്ക് തോന്നുന്നതാണ്.
ഇൻഫാക്ച്വേഷൻ ഒക്കെ ദാറ്റ് വിൽ ബി വാട്ട് യു ആർ ടോക്കിംഗ്. അതെ അല്ലെ, ഈ ഇൻഫാക്ച്വേഷൻ ആദ്യം കാണുമ്പോ പക്ഷെ കുറെ കൂടി ആൾക്കാർ എനിക്കോ ആരെങ്കിലും ഇൻഫാക്ച്വേഷൻ നോർമലല്ലേ? ഉണ്ടായിരുന്നു. ആരാന്നൊന്നും ചോദിക്കരുത്. ഫുഡ് വന്നല്ലോ. അതെ, ഫുഡ് വന്നു. എന്റെ പ്രൊഡ്യൂസർ അവിടെ എല്ലാവർക്കും ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും എൻ്റെ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു സ്ഥലത്ത് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറയാൻ വരുവാ. എനിക്ക് വേണ്ടി അവിടുത്തെ ഫുഡൊക്കെ മാറ്റി വെച്ച് വന്നതല്ലേ, ചേട്ടാ നമുക്ക് കഴിക്കാം. ഒരു പടത്തിന്റെ പ്രിവ്യൂ അതോ 9th റിലീസാ. ആണോ? ഹണ്ട് ഷാജിയുടെ കൂടെ ഷാജി കൈലാസ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാരും അവിടെ പടത്തിൽ വർക്ക് ചെയ്ത. ഭാവനയാണ് ലീഡ് ചെയ്യുന്നത്. ക്യാരക്ടർ എങ്ങനെയാ? നെഗറ്റീവ് ക്യാരക്ടറാണ്. നെഗറ്റീവ് ആണോ? ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്തത് ഫസ്റ്റ് ഇന്റർവ്യൂ യു അറ്റൻഡഡ്. ഓ ഗോഡ്, സത്യം എനിക്ക് ഓർമ്മയില്ല. ഫസ്റ്റ് ഇന്റർവ്യൂ ദാറ്റ് ഐ അറ്റൻഡഡ്, ഐ തിങ്ക് ഈ വാടാമല്ലി എന്ന് പറയുന്ന പടത്തിന്റെ റിലീസിന് ആ സമയത്ത് ചാനൽ അന്നൊക്കെ ചാനൽ ലൈവ് കയറി ന്യൂസ്, അന്നും അല്ല ഇന്നും ഉണ്ട്, ലൈവ് ന്യൂസിന്റെ സമയത്ത് ലൈവ് കയറുന്നൊരു പരിപാടി ഉണ്ട്. അതിനാന്ന് തോന്നുന്നു ഞാൻ ആദ്യം ട്രിവാൻഡ്രത്ത് ഏത് ചാനലാന്ന് ഞാൻ ഓർക്കുന്നില്ല കയറുന്നത്. അതാണ് ഫസ്റ്റ് ഇന്റർവ്യൂ കൊടുത്തത് അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഫസ്റ്റ് ഫോൺ കോൾ ഇൻ യുവർ ഫോൺ. എന്നെ തല്ലരുത്. അല്ല, ഫോൺ വാങ്ങിയ സമയത്ത് വന്ന ഫസ്റ്റ് ഫോൺ കോൾ. ഈ ഫോൺ മേടിച്ചപ്പോഴോ? അമ്മേ, സീറോ ഐഡിയ, ഓർമ്മയില്ല, ഒരു ഐഡിയ ഇല്ല. ഓക്കെ, നമുക്കപ്പം അടുത്തതിലോട്ട് പോവാം. അടുത്ത ചക്കം. മനസ്സിനോട് എന്നും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന കഥാപാത്രം പ്രിൻസ് ആണ്. ഒന്ന് രണ്ട്, അതെ, 2-3 കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിൽക്കുന്നത് ഓബ്വിയസ്ലി തുറിഞ്ഞുമറിയും ജോസ് എന്ന് പറയുന്ന പടവ. അതിലെ ക്യാരക്ടറാണ് നിങ്ങൾ ചോദിക്കുന്നത്, പ്രിൻസ് എന്ന് പറയുന്നത്. ചേട്ടാ കാർഡ് തന്നില്ല. കൊടുക്കുന്നേ സാരമില്ല, ഇനി ഇവിടെ കൈകൊണ്ട് വാങ്ങാൻ പറ്റില്ലല്ലോ. ഫുഡ് കഴിക്കാനുള്ള കാർഡാ. അതെ, 1-2 അതെ ആ ലിസ്റ്റില് ടോപ്പ് 5. അതെ, 100%. ഓബ്വിയസ്ലി അത്രയും ആൾക്കാർ ആ പടം നല്ല ഹിറ്റ് ആയിരുന്നു. കുറെ ആൾക്കാർ കണ്ട പടമാണ്. എനിക്ക് ജോഷി സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യം. ഒരു കരിയർ ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? ആബ്സല്യൂട്ട്ലി. ഞാൻ എന്നെ ആദ്യം വിളിക്കുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്തിനപ്പോ വിളിച്ചേ. എന്നുവെച്ചാ എന്നെ വിളിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാ, ഇങ്ങനെയാണ് ജോഷി സാർ ഡയറക്ട് ചെയ്യുന്ന പടം, ഇന്ന ആർട്ടിസ്റ്റ്, രാഹുൽ വില്ലൻ, രാഹുലിന് ചെയ്യാൻ താല്പര്യമുണ്ടോ? അവരെന്നെ കളിയാക്കുവാണോ? ഓബ്വിയസ്ലി താല്പര്യം ഉണ്ടോന്ന് അങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞിട്ടാ. സ്ക്രിപ്റ്റ് വായിച്ചായിരുന്നു, വീട്ടിലോട്ട് റൈറ്റർ വന്നായിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ വൺ ക്യാരക്ടറും വൺ കഥയും. സോ വെരി എക്സൈറ്റഡ്. അത് ദൈവാനുഗ്രഹിച്ച എല്ലാം നല്ല രീതിയിൽ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റി. അതെ. ഓക്കെ, നമ്മുടെ അടുത്ത പക്കം. ഇതെനിക്ക് തോന്നുന്നു ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പക്കമായിരിക്കും. 3 beautiful sentences about your better half. She's very understanding. Very ഫാമിലിക്കൊക്കെ ഫാമിലി ഓറിയന്റഡ് ആണ്. അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. നോട്ട് എ വെരി വെരി party going out person, very normal small things that she likes. അങ്ങനെ 3-4 ലവ് മാരേജ് ആയിരുന്നോ? എൻ്റെ അറേഞ്ച്ഡ് ആണ്. ഓക്കെ. നമ്മുടെ അടുത്തത് വെരി കെയറിംഗ് ഓൾസോ. ആണോ? എക്സ്ട്രീംലി കെയറിംഗ്. ഓക്കെ. നമ്മുടെ അടുത്ത ചക്കം. പൃഥ്വിരാജ് എന്നും എനിക്ക് എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. 2-3 മൂവീസ് ആയില്ലേ രാജുവേട്ടന്റെ ഒപ്പം അനിയനായിട്ട് ചെയ്യുന്നു. ഐ ആം വെരി കംഫർട്ടബിൾ. അങ്ങനെ പറയാം. ഓബ്വിയസ്ലി ഞാൻ പുള്ളിയെ ഞാൻ ഐ ലുക്ക് അപ്പ് ടു ഹിം. ഭയങ്കര ടെക്നിക്കലി നല്ല സൗണ്ടാണ്, സിനിമയാണ്, എല്ലാം സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ചേട്ടാ, ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചു തരട്ടെ? എന്താണ്? ഒരു വീഡിയോ കാണിച്ചു തരാം വെറുതെ. എന്താണ്? കാണിച്ചോ. രാജുവേട്ടനെ പറ്റി നമ്മുടെ ചാനലിൽ തന്നെ ചേട്ടൻ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യം.
ഒരു 2 years ബാക്ക് ആണ്. കണ്ടാലോ നമുക്ക്? കാണാലോ. മെമ്മറീസിലും ആദം ജോണിലും സജസ്റ്റ് ചെയ്ത് പൃഥ്വിരാജ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? സത്യമാണ്. സത്യമാണ്. വൈ? അത് രാജുവിനെ ചോദിക്കണം. രാജുവിന് വലിയ തെറ്റിദ്ധാരണ ഉണ്ട് ഞാനൊരു നല്ല ആക്ടറാണെന്ന്. അതുകൊണ്ടായിരിക്കാം. അത് ശരിയാക്കിയോ അത് തെറ്റാക്കിയോ? ശരിയാവണേ ഒരു പ്രവർത്തനം ഇല്ലാണ്ടില്ല. ഈ രണ്ട് സിനിമയിലും ബ്രദറായിട്ടാണ് വന്നിരിക്കുന്നത്. ആദം ജോണിലും സോ ലൈക്ക് എ ബ്രദർ ആണോ? ബ്രദറാണോ എന്ന് ചോദിച്ചാൽ ഈ സമറിയെ ലുക്കപ്പ് ടു നമ്മൾ തമ്മിൽ 1-2 കൊല്ലത്തിലെ ഏജ് ഡിഫറൻസ് ചെയ്യും. അത്രക്കും ഇല്ലാന്ന് തോന്നുന്നു. 1 or 2 years മാക്സിമം. അപ്പൊ ഞാൻ ചെയ്യുന്നതിനെക്കാട്ടും മുമ്പ് സിനിമ ചെയ്യാൻ തുടങ്ങി. ഐ മീൻ വേ ബിഫോർ. 24 വയസ്സിൽ കേരള സ്റ്റേറ്റ് ടെക്നിക്കലി വെരി സൗണ്ട്, സുപ്രീംലി കോൺഫിഡന്റ്. ഇങ്ങനെ വെട്ടിക്കൊന്നാലും തല 3 വെട്ടിയാലും തല തിരിച്ചു വന്ന് ഞാൻ തിരിച്ചു വരണ എന്ന് പറഞ്ഞു പോകുന്ന ആ സൈസ് കോൺഫിഡൻസ് ആണ്. സോ ഐ വൺ കോൺഫിഡൻസ്. ചേട്ടൻ ഇതുപോലെ ഒരു ഇന്റർവ്യൂല് പറയണ കേട്ടിട്ടുണ്ട്, സർവ്വവിജ്ഞാന കോശം എന്നൊക്കെ പറഞ്ഞിട്ട് രാജുവേട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ലൈബ്രറി, ഒരു എൻസൈക്ലോപീഡിയ. സിനിമ കുറെ കാര്യങ്ങളെ പറ്റി അറിയാം. അത് വെറുതെ എന്തെങ്കിലും പറയണം എന്ന് പറഞ്ഞ് പറയുന്നല്ല. ഹി ഈസ് വെരി നോളജബിൾ അബൌട്ട് ലോട്ട് ഓഫ് തിങ്സ്. നല്ല ലോകവിവരമൊക്കെ ഉള്ള ആളാണ്. ഇനി നമ്മുടെ പക്കം ചക്കം ആയി പക്കം. ഓക്കെ, ഞാൻ ഇനി ഒരു മൂവിനെയും ആക്ട് ചെയ്ത് കാണിച്ചു തരും. അത് ഏതാന്ന് ചേട്ടൻ പറയണം. ദംഷ്രാട്സാണേ ഞാൻ ഇത് ചേട്ടൻ പറഞ്ഞില്ലെങ്കിലേ. ചേട്ടൻ സിമ്പിളാന്നേ. തുടങ്ങാം. ഓ, കഴിച്ചോണ്ട് പറയാൻ ഭയങ്കര ടാസ്ക്. എന്നാലും ഞാൻ ശ്രമിക്കാം. കിരീടം. ഫസ്റ്റ് വേർഡ് എന്താണ്? കിരീടം. ആർക്ക്? രാജാവ്. രാജാവ് ആരാണ്? രാജാവ്, റാണി, ഭടൻ, മന്ത്രി. രാജാവ്, രാജാവ്. ഒറ്റ കാര്യം പറയട്ടെ, രാജാവിന്റെ വേറെ പേരുകൾ. അതെ, മനസ്സിലായി. രാജാവ് മലയാളം തന്നെ വേണമെന്നില്ല. കിങ്, കിങ് ആൻഡ് കമ്മീഷണർ. കിങ്, കിങ്. 3 letters. മൂന്നാമത്തെ വേർഡ്. എന്റെ വേർഡിന്റെ ആദ്യത്തെ രാഹുൽ, റാർ. ഒരു കാര്യം കൂടെ പറയാം. 3 വാക്കുണ്ട്. 3 വാക്കുണ്ട്. അതില് ആദ്യത്തെ വാക്ക് രാജ, കിങ്. മൂന്നാമത്തത് പാലസ്, വീട്, മാൻഷൻ. ഇംഗ്ലീഷ് ആണോ മലയാളമാണോ? ഇംഗ്ലീഷ്, മലയാളം. വീട്, കൊട്ടാരം. വീട്, കൊട്ടാരം. രാജാവും കൊട്ടാരം. തേർഡ് വേർഡ് ഇസ് കൊട്ടാരം. അതന്നെ. ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്ക്. ഫസ്റ്റ് വാക്ക് എന്താ? കിങ്. പറഞ്ഞു കിങ് ഓഫ് കൊത്ത. ഓക്കെ 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 ഓക്കെ. സോറി. അല്ല, ഞാനിപ്പോ നെഞ്ചത്തടിച്ച് ചത്തേനെ. അയ്യോ, ഓക്കെ. ഞാനിപ്പോ എങ്ങനെ കാണിക്കാണ്? കൊട്ടാരം. ചേട്ടാ, എന്നാലും ചേട്ടൻ അഭിനയിച്ചൊരു മൂവിയല്ലേ, എന്നിട്ട് ഞാൻ ഇത്രയും കാണിച്ചിട്ടും കിങ് വരെ പറഞ്ഞു. ഞാനൊരു റാൻഡം ആയിട്ട് ഞാൻ ചെയ്യാത്തില്ല. ഏതെങ്കിലും ഒരു പടമായിരിക്കും വിചാരിച്ചു. എന്റെ പടം, ഞാനും ഭാഗമായ അഭിനയിച്ചൊരു പടമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ ഇതിനും പെട്ടെന്ന് കിട്ടിയേനെ. ഓക്കെ ചേട്ടാ, ഇനി അടുത്തത്. സ്വന്തം ലുക്ക് നിലനിർത്താൻ വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. സ്വന്തം ലുക്ക്. ഇപ്പൊ നമ്മൾ ജിമ്മിൽ പോകുന്നത് നമ്മുടെ ശരീരം, അത് അതിന്റെ ഉള്ളിൽ പെടുവോ? ലൈക്ക് നമ്മുടെ ഏജ് തോന്നാണ്ടിരിക്കാൻ വേണ്ടിട്ടാണല്ലോ നമ്മള്. അങ്ങനെയല്ല, ലൈക്ക് നമ്മളൊന്ന് ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട്. ഫിറ്റ് അല്ല, പക്ഷെ എന്നാലും ജിം ലൈക്ക് ഇപ്പൊ എല്ലാരും ചെയ്യുന്നതാണ്. അല്ല, അല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാറില്ല. ഓക്കെ, സിനിമാ മേഖലയിൽ നിലനിൽക്കണമെങ്കിൽ നാണവും മാനവും വീട്ടിൽ വെച്ചിട്ട് വരണം. അതെ. ആണോ? 100% ഡൗട്ട് ഇല്ലാത്ത കാര്യമല്ലേ? ആണോ? പിന്നെ ഓബിയസ്ലി. ചേട്ടാ, അതെന്താ അങ്ങനെ പറയാൻ കാര്യം? പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്, പബ്ലിക് മീഡിയം ആണ്. അപ്പോൾ 4 പേര് പടം കാണാൻ വരും. അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. ചിലപ്പോൾ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കും. ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. അത് അത് പറ്റൂല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരരുത്.
എന്നേ ഞാൻ പറയുള്ളൂ. അല്ല ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഇൻട്രോവേർട്ട് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ലൈക്ക് ഈ ഒരു ഇതൊക്കെ ഹാൻഡിൽ ചെയ്തത് എങ്ങനെയാ? അപ്പോ ഞാൻ ഹാൻഡിൽ ചെയ്യാറില്ലല്ലോ. ഞാൻ ഫേസ്ബുക്കിലും ഇതിലും ട്വിറ്ററിലും മറ്റേ ഇൻസ്റ്റാഗ്രാമിലും ഒന്നുമില്ല. അയ്യോ ഞാൻ ചേട്ടൻ ഇന്ന് ചേട്ടനെ പറ്റി റിസർച്ച് ചെയ്യാൻ വേണ്ടിട്ട് ചേട്ടന്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോ അതിനകത്ത് ആകെ 2 പോസ്റ്റ്. അത് എന്റെ ഇൻസ്റ്റാഗ്രാം അല്ല. അല്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞു. ഞാൻ ഇവിടെ എന്റെ ആക്കൂട്ടുള്ള എന്റെ മൊബൈലിലാ വാട്സാപ്പ്. അതല്ലാണ്ട് ഐ എം നോട്ട് ഓൺ എനി ഒരു സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് അല്ല. അല്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ? ചേട്ടൻ എന്നാ കഴിക്കങ്ങോട്ട്, എന്നെ നിർബന്ധിക്കാത്ത എന്താ? അല്ല ഇനിയും എന്തൊക്കെയോ വരാനില്ലേ? വരട്ടെ, അപ്പത്തിന് ഇത് കഴിച്ചു തീർക്കാം. പ്ലേറ്റില് സ്ഥലം വേണ്ടേ? ഓക്കെ പറ. എങ്ങനെ അപ്ഡേറ്റഡ് ആവുന്നു? അപ്ഡേറ്റഡ് ഐ തിങ്ക് ഇപ്പോഴത്തെ സമയത്ത് അപ്ഡേറ്റഡ് ആവാൻ യു ഡോണ്ട് ഹാവ്, ഇല്ലെങ്കിലേ ഓവർ ഇൻഫർമേഷൻ ആ ഫോണിൽ. ഇനി അവിടെ കിട്ടാത്തതാണ് ഇനി എന്തെങ്കിലും എന്തായാലും അറിയും. യൂട്യൂബും എന്തെങ്കിലും. പിന്നെ ആബ്സല്യൂട്ട്ലി സോ അങ്ങനെ ഒരു തോന്നിയിട്ടില്ല. അതിനൊരു അപ്ഡേറ്റഡ് ആവാതിരിക്കുക എന്നൊന്നും അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ, ഇനി ഒരു മ്യൂസിക് സെഗ്മെന്റാ. ചേട്ടൻ എനിക്കൊരു പാട്ട് പാടിത്തരണം. ചേട്ടാ ഒരു പാട്ട് പാടിത്താന്നേ. ഒന്നില്ലെങ്കിൽ നമ്മൾ കോഴിക്കോടുകാരനാണ്, അതുപോലെ തന്നെ നമ്മൾ എറണാകുളത്തും നമ്മൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടി. പാട്ടങ്ങ് പാടുന്നേ. എനിക്ക് ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കണ്ടേ, നന്നായിട്ട് പാടിയതൊന്നും നടക്കൂല. ചേട്ടാ എന്നാലും 2 വരി. നമ്മൾ ഇത്രയും കട്ട ഫ്രണ്ട്സുകളായിട്ട് ചേട്ടൻ എനിക്കൊരു പാട്ട് പാടി തരാത്തെ? ഒരു പാട്ട് പാടി താന്നേ. ചേട്ടാ 2 വരി. ഡയലോഗ് എന്നെ പറയുന്നതല്ല ബുദ്ധിമുട്ടിട്ട് വലിയ പാട്ടും കൂടി എന്നാലും 2 വരി ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്. നമുക്ക് അവസാനം പാടാം. അവസാനം ഇതൊക്കെ ഞാൻ കഴിച്ചു തീർക്കട്ടെ, അപ്പൊ പിന്നെ എന്റെ ശ്രുതിയും താളമൊക്കെ കറക്റ്റ് ആവും. അപ്പൊ ഞാൻ പറയാം. എന്നാലും ചേട്ടൻ സ്റ്റാർട്ടിങ് പാടിയാൽ മതി, നമുക്ക് കഴിച്ചുകൊണ്ട് പാടാം. അയ്യോ നിങ്ങൾ കുറച്ച് സമയം. ഈ ഫുഡ് കണ്ടിട്ട് എന്ത് പാട്ടാ പാടാൻ തോന്നണേ? ഈ ഫുഡ് കണ്ടിട്ടോ ഏത് പാട്ടാ പാടാൻ തോന്നുന്നേ? പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു പാട്ട്. അപ്പോ മറ്റേ പാട്ട് പാടിയല്ലോ നമുക്ക്. ഏതായിരുന്നു? കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ. ആടികൂടി പഠിക്ക. എന്നെ കൊണ്ട് പാടിപ്പിക്കാനുള്ളതല്ലേ. പാടൂ. ഞാൻ തുടങ്ങുമ്പോ പാടിയില്ലേ? ഇനി ചേട്ടൻ പാടി. താളം കൊട്ടാൻ പറ്റും. ഞാൻ താളം കൊട്ടാം. ഇത് പാടാണെങ്കിൽ പിന്നെ എനിക്ക് പാടിയാ പോരെ? ചേട്ടൻ പാടുന്നേ. ഇതിന്റെ സ്റ്റാർട്ടിങ് എന്തായിരുന്നു? അയലാ പൊരിച്ചതുണ്ട്, കരിമീൻ പാടങ്ങട്. ചേട്ടൻ അങ്ങോട്ട് പാടുന്നേ. എന്റെ പൊന്നു മോളെ, എനിക്ക് സത്യമായിട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. 1 2 3 സ്റ്റാർട്ട്. അയലാ പൊരിച്ചതുണ്ട്, കരിമീൻ. എന്താ ഞാൻ പാടിക്കൊണ്ടിരിക്കില്ലേ? ഞാനല്ലേ പാടിയേ? ഞാൻ വേറെ പാടുന്നത് ആസ്വദിച്ചു ഇങ്ങനെ അറിയാണ്ട് ഞാൻ ഇങ്ങനെ ഇൻവോൾവ് ആയി പോവുക. അതെ അതെ അതെ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചക്കത്തിലോട്ട് പോവാം. പക്ഷെ ലാസ്റ്റ് ചേട്ടൻ പാടാന്ന് പറഞ്ഞതാ. പാടണേ. ഓക്കെ ഓക്കെ ഓക്കെ. മലയാളത്തിൽ ഇന്നേ വരെ കണ്ടില്ലാത്ത മാസ് ചിത്രം കിങ് ഓഫ് കൊത്തയുടെ സെറ്റ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയോ? കൊറേ ഇന്ന് ഞാൻ ഇവിടെ തിന്ന് മിരിക്കൂ. ആബ്സല്യൂട്ട്ലി. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സെറ്റ്സ് രാമേശ്വരത്തിന്റെ അടുത്ത് സ്ഥലത്തിന്റെ പേര് ഇപ്പൊ കിട്ടുന്നില്ല. ചെട്ടിനാട് ഇതൊക്കെയുള്ള അവിടെയാ ഷൂട്ട് ചെയ്തത്. ചെട്ടിനാട് ബിരിയാണി സ്ഥലത്തിന്റെ പേര് 6 തുടങ്ങുന്ന തമിഴ്നാട്ടിൽ മറ്റേ ചെട്ടിനാട് മാൻഷൻസ് ഒക്കെ ഉള്ള അവിടെയാ ഷൂട്ട് ചെയ്തത്. സോ ഒരു സ്ഥലം മൊത്തം സെറ്റ് ഇട്ടിരിക്കുവായിരുന്നു. നല്ല അബ്സല്യൂട്ട്ലി വലിയ സെറ്റ്, ഹ്യൂമങ്കസ് സെറ്റ്. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു സെറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഞെട്ടിപ്പോയപ്പോ. അബ്സല്യൂട്ട്ലി. ഓക്കെ, ഇനി അടുത്തത്. രാഹുൽ എന്ന പേരിൽ ഫേമസ് ആയിട്ടുള്ള 2 പേരെ കണ്ടെത്തുക. സിമ്പിൾ. രാഹുൽ ഗാന്ധി. കൊറേ ആൾക്കാരുണ്ടെന്നല്ലേ? അതെ. രാഹുലിന്റെ പേരുള്ള രാശിയുള്ള പേരല്ലേ? നമ്മൾ പണ്ടത്തെ മൂവീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ കോമൺ നെയിമാ. രാഹുലുള്ള പേരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര കോമൺ നെയിമാ. രാഹുൽ കറക്റ്റാ, നിങ്ങൾ പറഞ്ഞ കറക്റ്റാ. ഭയങ്കര കോമൺ നെയിമാ. അതെ. പക്ഷെ രാഹുലിനെ വിളിച്ചു കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ 10 പേര് തിരിഞ്ഞു നോക്കും. ഓക്കെ, അടുത്തത്.
ചില സിനിമകൾ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരു റിഗ്രറ്റ്സ് ഇല്ല, ചെയ്തതൊക്കെ ഓക്കെ. ഇനി അടുത്തത്, ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാന്ന് പറഞ്ഞേ? ജോഗ്രഫി. ജോഗ്രഫിയോ? എന്റെ പൊന്നു കൊടുക്കാനാണോ? അല്ലല്ല, എന്നാലും വെറുതെ അടിച്ചുവിടുന്ന. മാത്സ് ഇഷ്ടമാണോ? അയ്യോ ഇല്ല. എന്നാലും ഞാൻ ഇക്വേഷൻ ചോദിക്കാം. ഇതാണ് നമ്മുടെ അടുത്ത പക്കം. a plus b the whole square is equal to a square plus 2ab plus b square. എന്നിട്ട് മാത്സ് ഇഷ്ടമല്ല പറഞ്ഞത്? ഇതിപ്പോ എവിടെയെങ്കിലും പൊളിയാട്ടോ. ഇതെവിടെ ഞാൻ ഇവിടെ ഈ ഇടയ്ക്ക് എവിടെ കണ്ട. പിന്നെ അത് സ്കൂളിൽ പഠിച്ചിട്ടില്ല? സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഈ മാത്സിൽ. അപ്പൊ അത് നല്ല തലേക്കാത്ത എങ്ങനെ നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ചക്കം. ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കറെ കുറിച്ച് നല്ലൊരു മതിപ്പ് തോന്നി. തന്നോ? വേണ്ട വേണ്ട, ഇതിനകത്ത് യെസ് ഇല്ല, എടുത്തോ വെച്ചോ. ഞാൻ ഭയങ്കര ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ല ഓപ്പൺ, ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ സിനിമ റിലീസിന് സമയത്ത് സിനിമനെ പറ്റി സംസാരിക്കാൻ നല്ലാണ്ട് എന്നെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് ഇത്തിരി ഞാനത് പുറകോട്ട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത പരിപാടിയാണ്. അപ്പൊ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇങ്ങനെ, ആദ്യമല്ല പ്രോബ്ലി 1 or 2 ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതിൽ കുറച്ചും കൂടി ഇന്ന് ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണെങ്കിൽ അതൊരു ക്രെഡിറ്റ് മെഹറിന്. അപ്പം ഇനി അടുത്തത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പക്കം വരുന്നത്. വണ്ടർഫുൾ. പക്കം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഞാനും ഒരു ജിം ഫ്രീക്കാണ്, ചേട്ടൻ ഒരു ജിം ഫ്രീക്കാണ്. നമ്മൾ ഇതിന് എന്താ പറയാ, പോരാടുന്നു അറിയില്ലേ? നമ്മളൊരു പഞ്ച് ഗുസ്തി വെക്കാം. നമുക്ക് എന്ത് പറയുന്നു? ഞാൻ തോക്കും മെഹർ. നമുക്ക് നോക്കാന്നേ. എനിക്കറിയാം ചേട്ടൻ തോക്കൂന്നൊക്കെ എനിക്കറിയാം, എന്നാലും നമുക്ക് വെറുതെ നോക്കാം. കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക്. ഓക്കെ, അടിപൊളി. എന്താ ഇതെന്താ ചേട്ടാ? മഷ്റൂം പെപ്പർ ഫ്രൈ. അടിപൊളി. താങ്ക് യു. പെറോട്ട. ഇതെന്റെ വേറെ വീക്ക്നെസ് ആട്ടോ. എന്താ? മഷ്റൂമോ? പെറോട്ട. പെറോട്ട. പെറോട്ട എന്നാണോ നിങ്ങൾ പറയാ? പറോട്ട എന്നല്ലേ? അല്ല, എന്റെ നാട്ടില് പെറോട്ട എന്നാ പറയാ. ഏതാ നാട്? കോഴിക്കോടാ? മൂവാറ്റുപുഴ. എന്റെ വലിയ വീക്ക്നെസ് ആണ്. ഏറ്റവും ഇഷ്ടം അതിന്റെ കൂടെ എനിക്കും ഇതും ഇഷ്ടമാ. അതിന്റെ കൂടെ മഷ്റൂം പെപ്പർ ഫ്രൈ കഴിച്ചു. ടേസ്റ്റ് ചെയ്തു. അടിപൊളി. കൊള്ളാം. അപ്പൊ ചേട്ടാ, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരത്തെ നമ്മുടെ ഒരു പക്കം ബാക്കിയുണ്ടായിരുന്നു, പഞ്ചൂസി പിടിക്കുന്നേ. ചെയ്താക്കിയാലോ? ടെൻഷൻ ഉണ്ടോ? ഉണ്ടോ? നല്ലോണം. എന്തായാലും ഞാനാ ജയിക്കുള്ളൂ. വേണമെങ്കിൽ നമുക്കൊന്ന് മത്സരിച്ച് നോക്കാം. ആയിക്കോട്ടെ, തുടങ്ങാം. ഇതാട്ടോ വര. ഏതാണ് വര? എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് എന്റെ പൊന്നോ, ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നത് എങ്ങോട്ടാ പോകുന്നത് ഇപ്പൊ മനസ്സിലായി. അല്ല, നല്ല നേരെ തോറ്റ എന്റെ ഇമേജ് ഒക്കെ പോവും. വേണ്ട മേർ, വിട്ടോ. ഞാൻ ജയിക്കട്ടെ. ഞാൻ ഇത്ര കാണുന്നില്ലേ? എന്റെ പൊന്നോ, എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് മനസ്സിലായി. ആ കൂപ്പണൊക്കെ സ്ഥിരം ഇതല്ലേ പരിപാടി? അതെ അതെ, വെറുതെ അല്ല. അപ്പൊ ചേട്ടനോട് സംസാരിച്ചതിലും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം. എന്റേതാ. താങ്ക് യു. അപ്പൊ നമ്മുടെ മൂവി എന്നാ ഇറങ്ങുന്നത്? August 9 അല്ലേ? അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.